നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണെന്നറിയാം. അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. കുറച്ചൊന്ന് ഡിലേ ആയി നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 15-ാം തീയതിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ ക്ലാസ്സുകൾ ഇട്ട് തുടങ്ങിയാൽ കണ്ടിന്യൂസ് ഇടേണ്ടി വരും. അതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ സിലബസ് അനുസരിച്ച് എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എക്സാമിന് മുന്നേ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ PDF നോട്ട്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൻ്റെ മാക്സിമം ഒരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് PDF നിങ്ങൾക്ക് തരത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കുകൾ ഡെയിലി PDF തരാൻ പറ്റിയില്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകൾ കഴിയുന്ന വിധത്തിൽ നമുക്ക് PDFകൾ തരാൻ നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടാണ് തുടങ്ങുന്നത്. ബേസിക്, അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നത് വേഡ്, എക്സൽ, പവർ പോയിന്റ്, ഇത് ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടുന്നത്. പിന്നെ ടൈപ്പ് റൈറ്റിംഗ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിരിക്കും. അപ്പോൾ ബേസിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്താണ് പോകുന്നത്. പിന്നെ മാക്സിമം നമുക്ക് എക്സാമുകൾ ആഴ്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. അപ്പം കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം എന്താണ്. ഇലക്ട്രിസിറ്റി വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് കാര്യങ്ങൾ അറിയാവുന്നവർ കുറേ പേര് കാണും. അവർ ജസ്റ്റ് കേട്ട് പോവുക, നേരത്തെ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് പഠിച്ച് തുടങ്ങുന്നവർ ചിലപ്പോൾ കാണും. അപ്പോൾ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അറിയാവുന്നവർക്ക് ഒരു റിവിഷൻ കൂടി ആകും. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ നോക്കിയേ, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഈ ഇലക്ട്രോണിക് ഡിവൈസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അതെന്ത് ചെയ്യുന്നുണ്ട്? അത് റിസീവ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ അത് റിസീവ് ചെയ്യും. അതാണ് പറയുന്നത് നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസ് കൊടുക്കുന്നതിനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ആ ഡേറ്റാസിനെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്യും. നമ്മൾ എന്ത് പ്രോസസ്സിനാണോ കൊടുക്കുന്നത് ആ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് നമുക്ക് തരും. അത് നമുക്ക് തരുന്നത് എങ്ങനെയാണ്? ഔട്ട്പുട്ടായിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതെന്താ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റിസീവ്സ് ഡേറ്റ, പ്രോസസ് ഇറ്റ് ആൻഡ് ഗീവ് മീനിങ് ഫുൾ ഇൻഫർമേഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ റിസീവ് ചെയ്തു, അത് സ്വീകരിച്ചു, അതിനുശേഷം അതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷനായിട്ട് നമുക്ക് തിരിച്ചു തരുന്നു. അങ്ങനെ തരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്ത രണ്ട് ടേം ഉണ്ട്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. എന്താണ് ഡേറ്റ? എന്താണ് ഇൻഫർമേഷൻ? ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഡേറ്റ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറയാം. അതായത് റോ മെറ്റീരിയൽസ് എന്ന് പറയാം. ഇപ്പോൾ റോ ആയിട്ടുള്ള നമ്മൾ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡേറ്റ. ഇപ്പം നമ്മളൊരു പ്ലേസ്, കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ഡേറ്റയാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഞാനുണ്ട്, തിരുവനന്തപുരം ഉണ്ട്, താമസിക്കുകയുണ്ട്. അങ്ങനെ പല ഡേറ്റാസ് കണക്ട് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് മാറ്റിയതാണ് എന്ത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലയിടത്തു നിന്നും പല ഡേറ്റാസ് കളക്ട് ചെയ്യും. ഈ ഡേറ്റാസിനെ എല്ലാം കളക്ട് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് എന്തായി മാറുന്നത്? ഇൻഫർമേഷനായി മാറുന്നത്. ഇപ്പോൾ നോക്കി, സെൻസസ് എടുക്കുന്നവർ എന്ത് ചെയ്യും? നമ്മുടെയൊക്കെ വീടുകളിൽ വന്നിട്ടൊക്കെ എന്ത് ചെയ്യും? പല ഡേറ്റാസ് അവർ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് ആ കളക്ട് ചെയ്ത ഡേറ്റയിൽ നിന്നുമാണ് പല രീതിയിലുള്ള ഇൻഫർമേഷൻസ്, ഇപ്പോൾ പോപ്പുലേഷൻ എത്രയാണ്, അങ്ങനെയുള്ള പല തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഈ കളക്ട് ചെയ്ത ഡേറ്റാസിൽ നിന്നുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ മെറ്റീരിയൽസിനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഈ കളക്ട് ചെയ്തിട്ടുള്ള ഫാക്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ്, റോ മെറ്റീരിയൽസിനെയൊക്കെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം കിട്ടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായിക്കാണല്ലോ കമ്പ്യൂട്ടർ എന്താണ്, ഡേറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്. ഇനി നോക്കിയേ, ഡേറ്റ പ്രോസസ്സിംഗ് എന്തായിരിക്കും? ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് ആക്ഷൻ പെർഫോംഡ് ബൈ ദ കമ്പ്യൂട്ടർ ടു കൺവേർട്ട് ഡേറ്റ ഇൻറ്റു മീനിങ് ഫുൾ ഇൻഫർമേഷൻ. അതായത് നമുക്ക് ഈ കളക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഡേറ്റാസിനെയെല്ലാം കൺവേർട്ട് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനാക്കി മാറ്റുന്ന ചില പ്രോസസ്സ്, ആക്ഷൻ ആര് ചെയ്യുന്നു? നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്യുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ വഴി ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന ആ ഒരു സെറ്റ് ഓഫ് ആക്ഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് തലമുറ അല്ലേ. പണ്ട് പല നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനായി രൂപപ്പെട്ടിട്ടുള്ളത്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ എന്താണ് കമ്പ്യൂട്ടറിനുമുണ്ട് ജനറേഷൻസ്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തപ്പോൾ മുതൽ ഇന്ന് വരെ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഇതനുസരിച്ചിട്ട് ഈ കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻസിനെ മെയിനായിട്ടും 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത് 5 ജനറേഷൻസ് ആണ്. അതിന് പേര് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ. ഇങ്ങനെ 5 ജനറേഷൻ ഉണ്ട്. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു മെഷീൻ ആദ്യമേ എന്തിനു വേണ്ടി ഡെവലപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അതിനുശേഷം വീണ്ടും അതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ലാർജ് മെഷീനായിരുന്നു. ഒരു റൂമിൻ്റെ അത്രയൊക്കെയുള്ള വലിപ്പമുള്ള ഒരു മെഷീനായിരുന്നു. അതുപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അത്രയും സ്ലോ ആയിരുന്നു. പക്ഷേ പിന്നീട് സെക്കൻഡ് ജനറേഷൻ വന്നു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും എന്ത് ചെയ്തു, അത്രയും വലിയ ഒരു കമ്പ്യൂട്ടർ ആ ഒരു മെഷീൻ്റെ സൈസ് കുറച്ചും കൂടി കുറഞ്ഞു. അതുപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യുന്ന ആ സ്പീഡ് എന്ത് ചെയ്തു, കൂടി. ഇപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് അത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് തന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്തു, ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറോ 10 മണിക്കൂറോ ഒക്കെ കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെ പ്രോസസ്സിങ് സ്പീഡ് കൂടി. പിന്നെ ഇതിൻ്റെ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഫസ്റ്റ് ജനറേഷനിൽ കുറച്ച് ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ കുറച്ചുകൂടി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റി. അങ്ങനെ പല മാറ്റങ്ങളാണ് ഈ ജനറേഷൻസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരാനുള്ള കാരണം എന്താണ്, ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസസിൽ വന്ന മാറ്റമാണ് ഈ മാറ്റങ്ങളിൽ വരാൻ കാരണം. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിലെ സ്പീഡും ഫിഫ്ത്ത് ജനറേഷനിലെ സ്പീഡും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് ഫിഫ്ത്ത് ജനറേഷനിലാണ്. ഫസ്റ്റ് ജനറേഷനിലെ സൈസ് നോക്കുമ്പോൾ വലിയ സൈസ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ. പക്ഷേ ഫിഫ്ത്ത് ജനറേഷൻ വന്നപ്പോഴത്തേക്കും സൈസ് കുറഞ്ഞു വന്നു. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ടാബ്ലറ്റ് അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഇതിൻ്റെയൊക്കെ സൈസ് എന്താണ്, പണ്ടത്തെ കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ സൈസ് വളരെ കുറവാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഫസ്റ്റ് ജനറേഷൻ മുതൽ ഫിഫ്ത്ത് ജനറേഷൻ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജനറേഷൻ ഏത് കാലഘട്ടമായിരുന്നു, അതുപോലെ തന്നെ ഓരോ ജനറേഷനിലും യൂസ് ചെയ്തിരുന്ന ഡിവൈസസ് ഏതാണ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം ഏത് ഡിവൈസ് ഏത് ജനറേഷനിൽ യൂസ് ചെയ്തു എന്ന് എക്സാമിന് ചോദിക്കാം. അല്ലെങ്കിൽ ഏത് ജനറേഷനിൽ യൂസ് ചെയ്ത ഡിവൈസ് ആണ് എന്ന് അങ്ങനെ പല രീതിയിൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ജനറേഷൻ്റെ പീരീഡ് 1940 മുതൽ 56 വരെയായിരുന്നു ഫസ്റ്റ് ജനറേഷൻ്റെ കാലഘട്ടം. ഈ പീരീഡ് എന്ന് പറയുന്നത് പല ടെക്സ്റ്റുകളിലും പല രീതിയിലും മാറ്റം വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ വേരിയേഷൻസ് ഈ പീരീഡ്സിൽ വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ നമ്മൾ മെയിനായിട്ടും പറയുന്നത് 40 തൊട്ട് 56 വരെയാണ്. ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഈ വാക്വത്തിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് ഇംഗ്ലീഷ് എക്സാമിനൊക്കെ ചോദിക്കും. സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി VACUUM ആണ്. പലരും VACCUM എന്നൊക്കെ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കായിട്ട് കൊടുക്കാറുണ്ട്. VACUUM എന്നാണ് വാക്വത്തിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ഡിവൈസ് വാക്യൂം ട്യൂബ്സ് ആണ്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് 1956 മുതൽ 63 വരെയായിരുന്നു സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ നമ്മൾ പറഞ്ഞു വലിയ സൈസ് ആയിരുന്നു, പ്രോസസ്സിംഗ് സ്പീഡ് കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞു. വാക്യൂം ട്യൂബ്സ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ഡിവൈസ്. എന്നൊക്കെ ഫസ്റ്റ് ജനറേഷൻ മാറാൻ സെക്കൻഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, വാക്യൂം ട്യൂബ്സ് മാറ്റി ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ സൈസ് കുറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി, പ്രോസസ്സിംഗ് സ്പീഡൊക്കെ ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം തേർഡ് ജനറേഷൻ, അതായത് സെക്കൻഡ് ജനറേഷൻ 56 മുതൽ 63 വരെയായിരുന്നു. ഇനി നെക്സ്റ്റ് ഇയർ 64 മുതൽ 71 വരെയാണ് തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത്.
പറയുന്നത്. തേർഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ഡിവൈസസ് ഏതാണെന്ന് ചോദിച്ചാൽ IC ചിപ്പ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് IC ചിപ്പാണ് തേർഡ് ജനറേഷനിൽ യൂസ് ചെയ്തത്. അപ്പോൾ വാക്യൂം ട്യൂബ്സ് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ്, അത് കഴിഞ്ഞ് തേർഡ് ജനറേഷൻ ആയപ്പോൾ IC ചിപ്സ് ആയി. IC ചിപ്സ് ആയപ്പോൾ വീണ്ടും എന്താണ് പ്രത്യേകത ഉണ്ടായത്? സൈസ് വീണ്ടും കുറഞ്ഞു, പ്രോസസ്സിംഗ് സ്പീഡ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു, മെമ്മറി കപ്പാസിറ്റിയും ഇൻക്രീസ് ചെയ്തു. വീണ്ടും അടുത്തത് എന്ത് ചെയ്തു? IC ചിപ്പ് മാറി മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തു. മൈക്രോ പ്രോസസ്സർ ആയപ്പോഴത്തേക്കും ഏത് ജനറേഷനായി? ഫോർത്ത് ജനറേഷൻ. ഇപ്പോൾ ഫോർത്ത് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ മൈക്രോ പ്രോസസ്സറാണ്. പിന്നെ ഇവിടെ യൂസ് ചെയ്ത ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചാൽ VLSI ടെക്നോളജിയാണ്. ഏതിൽ യൂസ് ചെയ്തത്? ഈ ഫോർത്ത് ജനറേഷനിൽ യൂസ് ചെയ്ത ടെക്നോളജിയാണ് VLSI എന്ന് പറയുന്നത്. VLSIയുടെ ഫുൾ ഫോം ചോദിച്ചിരിക്കാം എക്സാമിന്. വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്നതാണ് VLSIയുടെ ഫുൾ ഫോം. അപ്പോൾ 1971 മുതൽ പ്രസൻറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 71 മുതൽ ഇപ്പോഴും ഏതാണ്? ഫോർത്ത് ജനറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഫ്ത്ത് ജനറേഷൻ നോക്കിയേ, ഫിഫ്ത്ത് ജനറേഷൻ്റെ കാലഘട്ടം പറയുന്നത് പ്രസൻറ്റ് ആൻഡ് ബിയോണ്ട് എന്നാണ്. അപ്പോൾ ഇപ്പം മുതൽ അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് ജനറേഷനിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ULSI ടെക്നോളജിയും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൈക്രോ പ്രോസസ്സർ നേരത്തെ നമ്മൾ മൊത്തം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ട് പോവുകയാണെങ്കിൽ ഫോർത്ത് ജനറേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ എന്താണ്? നമ്മൾ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ULSI ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രസൻറ്റ് ആൻഡ് ബിയോണ്ടാണ് ഫിഫ്ത്ത് ജനറേഷനിൽ പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസ് വാക്യൂം ട്യൂബ്സ്, സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ്, തേർഡ് ജനറേഷനിൽ IC ചിപ്പ്, ഫോർത്ത് ജനറേഷനിൽ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ VLSI ടെക്നോളജി, അതുപോലെ തന്നെ ഫിഫ്ത്ത് ജനറേഷനിൽ ULSI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഈ ഒരു ഓർഡർ ഇപ്പോൾ എക്സാമിന് ചോദിക്കും തേർഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ഡിവൈസസ് ഏതാണ്? അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഈ ട്രാൻസിസ്റ്റർ ആണോ, IC ചിപ്പാണോ, മൈക്രോ പ്രോസസ്സർ ആണോ? ഇങ്ങനെ കൺഫ്യൂഷൻ വരും. അങ്ങനെ കൺഫ്യൂഷൻ വരുന്നവരുണ്ടെങ്കിൽ നമ്മളൊരു കോഡ് വെച്ച് പഠിക്കാം. നോക്കിയേ, വാട്ടിമ എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. വാട്ടിമ എന്ന് പറഞ്ഞാൽ വാ എന്ന് പറഞ്ഞാൽ വാക്വം ട്യൂബ്, T എന്തിൻ്റെയാണ്? ട്രാൻസിസ്റ്റർ, I നമുക്ക് ആദ്യത്തെ അക്ഷരം കിട്ടുമ്പോൾ, ഓർഡറിൽ ആദ്യത്തെ അക്ഷരം കിട്ടുമ്പോൾ നമുക്ക് തിരിഞ്ഞു പോകത്തില്ലല്ലോ. അപ്പം I എന്താണ്? IC ചിപ്പ്. TIM എന്താണ്? മൈക്രോ പ്രോസസ്സർ ഓർത്താൽ മതി. മൈക്രോ പ്രോസസ്സർ ടെക്നോളജി ഏതാണ്? VLSI ആണ് ടെക്നോളജി, ഫോർത്ത് ജനറേഷനിൽ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് A എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ULSI. ഇത്രയുമാണ് ജനറേഷൻസിന് മെയിനായിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ജനറേഷൻ ഏത് ഡിവൈസ് യൂസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ വാക്യൂം ട്യൂബ്, സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റർ, തേർഡ് ജനറേഷൻ IC ചിപ്പ്, ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. ഫസ്റ്റ് ക്ലാസ് അല്ലേ. ഇനി നമുക്ക് അടുത്ത ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറാണ് പഠിക്കാനുള്ളത്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്